ഈ സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ അടുക്കുന്ന എന്തിനാ? മേ ബി പറഞ്ഞു കേട്ട അറിവാണ്. നമ്മുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യാനാണ്. വാട്ട് കർമ്മ യു ബ്രോട്ട് ഫ്രം, എന്താ പറയുക, പൂർവ്വജന്മസ്, സഞ്ചയ കർമ്മങ്ങളുണ്ട്. അപ്പോൾ യു ഡു സ്തോത്രങ്ങൾ അതെല്ലാം പറയാം, പ്രാർത്ഥിക്കാം, പള്ളിയിൽ പോവാം, എല്ലാ അമ്പലത്തിൽ പോവാം, ഡു ഗുഡ് തിങ്സ്. അപ്പോൾ കർമ്മിക് എല്ലാം ശുദ്ധമാവും. യുവർ സോൾ ഇസ് ഗോയിങ് ടു ബി ഭയങ്കര പ്യോർ ആവും. അതിനാണ് നമ്മളിങ്ങനെ വന്നത്, അതൊക്കെ പറയും. ദാറ്റ് ഇസ് ട്രൂ. അത് ഭക്തി മാർഗത്തിലൂടെ പോകേണ്ട ഒരു വ്യക്തിക്ക് ഇറ്റ് ഇസ് ട്രൂ. കർമ്മമാർഗത്തിൽ പോകേണ്ട ഒരാൾക്ക് അത് നമുക്ക് ബാധകമല്ല. അവർ NH-17 പോകുന്നു, നമ്മൾ NH-47 പോകുന്നു, രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. നമ്മൾ കർമ്മയോഗത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കർമ്മയിലൂടെ നമ്മൾ എൻജോയ് ചെയ്യുക എവറി മൊമെന്റ് ഓഫ് എവറിത്തിങ് ഐ എം ഡൂയിങ്, എവറി തോട്ട് ഐ എം തിങ്കിങ്. സോൾ പ്യൂരിഫിക്കേഷൻ ഉണ്ട്. ദാറ്റ് സോൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫൈനലി വി ആർ അവയർനെസ്. ബോധമുള്ള ഊർജമാണ് നമ്മൾ. ഊർജം മാത്രം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബോധം വേറെ എവിടെയോ ഇരിക്കുന്നെങ്കിൽ നമുക്ക് പ്യൂരിഫിക്കേഷൻ ഇല്ല. ദ പ്യൂരിറ്റി ഇൻ യുവർ ആക്ഷൻ ഇസ് വെൻ ബോധം ആൻഡ് ഊർജം ആർ ടുഗെദർ ഡൂയിങ് സംതിങ്. ആ ബോധമുള്ള ഊർജം വളരെ എൻജോയ് ചെയ്ത് എന്ത് ചെയ്താലും കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോൾ, അവയർനെസ്സോടുകൂടെ ചെയ്യുമ്പോൾ, ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് സ്പിരിച്വാലിറ്റി ഈസ് പോസിബിൾ. Mindfulness. That's all that is spirituality.